കുറച്ച് ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവല്ല, ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല. പിന്നെ നമുക്ക് വേണ്ടത് പേരക്കയുടെ ഇലയാണ്. പിന്നെ വേണ്ടത് നമുക്ക് മുരിങ്ങയുടെ ഇലയാണ്. ഇത് മൂന്ന് വെച്ച് നമുക്ക് ഒരു അടിപൊളി ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഇത് നല്ലോണം കഴുകിയെടുക്കുക. കാരണം ഇതിൻ്റെ താഴെ വല്ല പ്രാണികളൊക്കെ കൂടുണ്ടാവും. അതൊക്കെ നമ്മൾ നല്ലോണം മാറ്റിയിട്ട് വേണം നമ്മളത് കഴുകിയെടുക്കാൻ. അങ്ങനെ ഇത് കഴുകിയെടുത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുക. അത്യാവശ്യം നല്ലൊരു ഫൈനായിട്ടുള്ള സ്ട്രക്ചറിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. പക്ഷേ ഇതുപോലെ അരച്ചെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തരി തരിയായിട്ട് നമ്മുടെ ഇലകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുടിയിൽ കഴുകി കളഞ്ഞാലും ഈ ചില ഇലകൾ പോവില്ല, ഇങ്ങനെ അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ അരച്ച് നല്ലപോലെ ഞാൻ വെള്ളമാക്കും. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വെള്ളമായിട്ട് നല്ലപോലെ അരച്ചിട്ടെടുക്കും. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇത് സുഖമായിട്ട് നമ്മുടെ തലയിലും തയ്ക്കാം. നമ്മുടെ ഈ ഇലകളൊന്നും നമ്മുടെ തലയിൽ ഇരിക്കില്ല. കണ്ടില്ലേ, തരി ഇല പോലും ഇല്ലാണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത് അരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഇത് മൊത്തത്തിൽ തലയിൽ തേക്കും. തല തേക്കി വെച്ച് ഞാൻ മൊത്തം നാടിനെ തലയിൽ കൂടെ ഒഴിക്കുകയും ചെയ്യുക. അന്നേരം നല്ലപോലെ മസാജൊക്കെ ചെയ്തിട്ട് മുടി ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ ഇരിക്കുള്ളൂ. ഇപ്പോൾ തലയിൽ നീരിറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അധികം ഇരിക്കാൻ നിൽക്കരുത്. പിന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ റിസൾട്ട്. കണ്ടില്ലേ, നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞാൻ ഷാമ്പൂ ഒന്നും ഇടാറില്ല. ഇനി ഷാമ്പൂ ഇടുന്നുള്ളവരുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്. തലയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുടിക്കും നല്ലൊരു ഹെൽത്ത് വരും. ട്രൈ ചെയ്താൽ അടിപൊളിയാണ്.